ഹായ്. ചക്കയുടെയും മാങ്ങയുടെയും കാലം വന്നു കഴിഞ്ഞാൽ ചക്ക കൊണ്ടും മാങ്ങ കൊണ്ടും പല വിഭവങ്ങളും പരീക്ഷിക്കാത്തവർ ഇന്ന് കുറവല്ലേ. എന്നാൽ ഇതൊരു പരീക്ഷണമൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തും പഴുത്ത കൂഴച്ചക്ക കിട്ടുമ്പോഴും ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. നന്നായി പഴുത്ത കൂഴച്ചക്ക കുരു കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് ഗോതമ്പ് പൊടിയിൽ ലേശം ഉപ്പും ചേർത്ത് ഈ അടിച്ചു വെച്ച ചക്കയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മാവ് വട്ടയിലയിൽ പരത്തി ആവശ്യത്തിന് തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ മധുരം കുറച്ച് മതിയാവും. ചക്കയിൽ നല്ല മധുരം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ശർക്കര ചേർത്താൽ മതിയാവും. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുത്ത ഈ ചക്കയപ്പോൾ ഈ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നന്നായി തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതായിരിക്കും. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ശരിക്കും ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ ആവും. അപ്പോൾ നല്ല ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്.